ഇന്നത്തെ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ യാത്ര ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വാഗമണ്ണിൽ പോയി വാഗമണ്ണിൽ ഒരു 2 ദിവസം നമുക്ക് എൻജോയ് ചെയ്യണം. വാഗമണ്ണിലെ തെരുവ കാടുകളിലൂടെയും അവിടുത്തെ ഒരു പ്രൈവറ്റ് പൂൾ വില്ല ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് പൂൾ വില്ലയിലും പിന്നെ നമുക്കൊരു ജീപ്പ് ട്രക്കിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഞ്ചുരുളി, പിന്നെ തങ്ങൾപാറ, അങ്ങനെ 1-2 സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ട് ഈ തവണ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തേക്കും. അപ്പോൾ വാഗമണ്ണിൽ എല്ലാവർക്കും അവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതുപോലെ ഞങ്ങളിപ്പം പ്രൈവറ്റ് പൂളിലേക്ക് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഗോൾഡൻ ലിയോൺ എന്ന് പറയുന്നൊരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമുക്ക് അവിടെ ചെക്കിങ്ങുള്ളത്. അപ്പോൾ 2 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. കുറച്ചപ്പം മുന്നേ വാഗമണ്ണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ റോഡൊക്കെ നല്ല ചില മോശമായ റോഡാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്ത് അവിടെ എത്താൻ പറ്റി. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിമനോഹരമായ ഒരു നമ്മുടെ തേയിലത്തോട്ടത്തിന് നടുക്കുള്ള ഒരു പ്രൈവറ്റ് പൂൾ വിലയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു, നേരെ റൂമിൽ കയറി. അപ്പം സ്വിമ്മിംഗ് പൂളിലുള്ളതുകൊണ്ട് അറിയാമല്ലോ എല്ലാവർക്കും, സ്വിമ്മിംഗ് പൂളിൽ നമുക്കൊരു എൻജോയ് ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ വന്ന് റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറി നേരെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു. പിന്നെ അന്നത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഫീല് തരുന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെടുത്ത റൂമിന് വില്ലയ്ക്ക് 2 ബെഡ്റൂം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂം, കിച്ചൺ, പിന്നെ നമുക്ക് പൂള്, പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ നടത്താനുള്ള സ്ഥലം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഈ നല്ല മഞ്ഞൊക്കെ വരുന്ന സമയത്ത് പുറത്ത് നമുക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 5 ഫ്രണ്ട്സാണ് ഞങ്ങൾ പോയത്. അപ്പം ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മോന് ജോലി കിട്ടിയതിന് നമുക്കൊരു ചിലവെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് പോയി നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് അത് രീതി ചെയ്തു. പിന്നെ ഇവിടുത്തെ നൈറ്റിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കോടയും കറങ്ങും. അപ്പോൾ ഇവർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴേക്കുണ്ടല്ലോ അത് അതിമനോഹരമായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ വാഗമണ്ണ് പോലത്തെ സ്ഥലത്ത് ഒരു ദിവസമൊക്കെ പോയി നമ്മളൊന്ന് എൻജോയ് ചെയ്യണം. നമ്മുടെ മനസ്സൊക്കെ ഏറ്റവും കൂടുതൽ റിഫ്രഷ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ഏരിയ കേട്ടോ. അടുത്ത് വേറെ റിസോർട്ടോ കാര്യങ്ങളുള്ള, അപ്പോൾ വേറെ ശല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് സ്വന്തം പ്രൈവറ്റ് ആയിട്ടാണ്, നമുക്ക് ഒരാളും പേടിക്കണ്ട. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് ഒരു ജീപ്പിലാണ് ട്രക്കിങ്ങിന് ചെയ്തേക്കണം. അപ്പോൾ ഞങ്ങൾ 6 പേരാണ്. അപ്പോൾ ഞങ്ങൾ 6 പേർക്കും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ജീപ്പിന് ഞങ്ങൾ 2000 രൂപയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് തുടങ്ങും. ആ ഓഫ് റോഡ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അതേ രീതിയിലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് തരും കേട്ടോ. ഇവിടെ നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കണം. പിന്നെ നമ്മൾ കുലുങ്ങി. പക്ഷേ ഡ്രൈവർ സമ്മതിക്കണം, ഡ്രൈവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ നോക്കിയിട്ടാണ് അവർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോകണമായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ രാവിലെ വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി. നമുക്ക് വണ്ടി കിട്ടുമ്പോൾ 9 മണിയായി. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. ശരിക്കും രാവിലെയൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര മഞ്ഞും ക്ലൈമറ്റും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ മൊത്തം ചെളിയും വണ്ടിയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് ആടി ഉലഞ്ഞ് തെന്നിയൊക്കെയൊക്കെ പോണത്. നല്ല റിസ്കി യാത്രയാണ്. പക്ഷേ ഈ അഡ്വഞ്ചർ യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഒരുപാട് സന്തോഷം വരുന്ന രീതിയിലുള്ള യാത്ര കേട്ടോ. കാരണം അതേ രീതിയിലുള്ള റോഡുകളിൽ കൂടെയും എല്ലാമാണ് നമ്മൾ ഇത് യാത്ര ചെയ്യുന്നത് കേട്ടോ. അവിടെ നിങ്ങൾ നോക്കിക്കേ, ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നോക്കി ഞങ്ങളെല്ലാവരും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കുമായിരുന്നു. കാരണം വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും അറിഞ്ഞൊക്കെ പോകുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല നല്ല സീനറിയുണ്ട്, ചെറിയ മൊട്ടക്കുന്നുകളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഈ നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിനൊക്കെ കൂടുതൽ സ്ഥിതി ചെയ്തേക്കുന്നത് കേട്ടോ. വേറെ വണ്ടിക്കാരൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ അത് നമ്മളങ്ങ് കുറച്ചൊക്കെ ചെന്നപ്പോഴേക്ക് ലൈനായിട്ട് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ഇഷ്ടംപോലെ വണ്ടികൾ, നല്ല തിരക്കും കേട്ടോ. രാവിലെ ഇതിനേക്കാളും നല്ല തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞു, ഭയങ്കര തിരക്കായിരിക്കുന്നു. കാരണം രാവിലെ 5 മണിക്കൊക്കെ തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 മണിക്കൊക്കെ നമ്മൾ നേരത്തെ പോകണമെങ്കിൽ നമ്മൾ ഇതിന് പ്ലാൻ ചെയ്തിട്ട് തലേ ദിവസം തന്നെ വണ്ടി പറഞ്ഞു വെക്കണം. അപ്പോൾ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾക്ക് നമ്മൾ തലേദിവസം പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് ഞങ്ങൾ പറഞ്ഞ വണ്ടിക്കാർക്കൊക്കെ രാവിലെ ഓട്ടോ പോയി. ഞങ്ങൾ വൈകുന്നേരം പോയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ ഓട്ടം ഓൾറെഡി അവർ ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടിയത് 9 മണിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ വാഗമണ്ണ് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ജീപ്പ് സെറ്റാക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വരുന്ന വണ്ടിയും കൊണ്ട് പോയിക്കൂടെ നമ്മൾ ചിന്തിക്കും. പക്ഷേ പറ്റില്ല, നമ്മൾ പോകുന്ന വണ്ടിയും കൊണ്ട് പറ്റില്ല. ഇതിപ്പോൾ ജീപ്പൊക്കെ തന്നെ ഉണ്ടോ, അവർ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് ഇത് പോകണത്. നമ്മുടെ വണ്ടിക്കൊക്കെ പോയി നമ്മുടെ വണ്ടിയുടെ അടിയൊക്കെ തട്ടി മൊത്തം നശിച്ച് ഭയങ്കര പോകും. അതുപോലെ അങ്ങനെ വലിഞ്ഞ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മൊത്തം ചെളിയും, ചില സ്ഥലത്ത് റോഡൊന്നുമില്ല, വലിയ കുഴികളൊക്കെയാണ്.
അപ്പോൾ നമ്മുടെ വണ്ടിയും കൂടി പോകണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ വണ്ടി ഓടിച്ച് പോകാനും പറ്റുള്ളൂ. പക്ഷേ ഈ ട്രക്കിങ് നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും. നമ്മൾ നല്ല രീതിയിലൊക്കെ പോയി എൻജോയ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ സ്പോട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ 3 സ്പോട്ടിലാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോയി നമുക്കൊരു 10-15 മിനിറ്റ് നമ്മളവിടെ കാണാനുള്ള കാര്യങ്ങളൊക്കെ കാണുക, ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുക, അങ്ങനെയൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറയും നമുക്ക് പോയി കണ്ടിട്ട് പെട്ടെന്ന് പോയി കറങ്ങി വരാൻ പറയും അവർ. അപ്പോൾ നമ്മൾ അടുത്തൊക്കെ അവിടെയൊക്കെ കാണാനുള്ള കണ്ടു വരിക, അതൊക്കെ ചെയ്തു വരിക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ. അപ്പം ഇത് ഞങ്ങളിപ്പോൾ പോയതുകൊണ്ടാണ് അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവും. കാരണം ആ കോടയൊന്നുമില്ല. രാവിലെ ആയിരുന്നെങ്കിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗങ്ങളാണ് കാണുന്നത്. ഇടുക്കി ഡാമിലെ വെള്ളങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ മലകൾക്കപ്പുറത്തേക്കാണ് ഇടുക്കി ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കേട്ടോ നല്ല അടിപൊളി നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പം ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് നല്ല ഈ ശരിക്കും വെളിച്ചമായതുകൊണ്ടാണ് നമുക്കിപ്പം ഈ ഇടുക്കി ഡാമിൽ ഈ വെള്ളമൊക്കെ കിടക്കുന്നതും ഇങ്ങനെ വ്യൂ കിട്ടുന്നത്. പക്ഷേ രാവിലെയാണ് നമുക്കിപ്പോൾ ഇത്ര തെളിച്ചം കിട്ടില്ല. പക്ഷേ നല്ല നമുക്ക് കോടയും ക്ലൈമറ്റും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ നമ്മൾ പറയുന്നത് നമ്മുടെ ആൾക്കാരെ പറഞ്ഞാൽ മതി. ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോഴും കൊണ്ട് നമ്മൾ ഈ ഐസ്ക്രീം കഴിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഈ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പുഴയും കാര്യങ്ങളുണ്ട്. നമ്മളവിടെ ടണലില്ലേ, വെള്ളം വരുന്ന ടണൽ. അപ്പോൾ ടണലിൻ്റെ അവിടെയാണ് ഞങ്ങൾ പോയിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ചെറിയ നദി ഒഴുകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. കേട്ടോ നല്ല ഇതാണ്. നമുക്ക് അങ്ങോട്ട് കയറി പാറയൊക്കെ തെങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങളത് പോകുന്നത് ഞങ്ങൾ ഒരാൾക്കും ഒരു രീതിയിലുള്ള റിസ്ക്കില്ല ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ നിൽക്കില്ല. നമുക്ക് എല്ലാവരുടെയും സേഫ്റ്റി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലേക്കും അങ്ങനെയൊന്നും ഒരാളെ ഇറങ്ങാനും സമ്മതിക്കില്ല. അതല്ല നമ്മൾ നിന്ന് ജസ്റ്റ് നമുക്ക് സേഫായ സ്ഥലങ്ങൾ മാത്രം നമ്മൾ എൻജോയ് ചെയ്യുക. അല്ലാതെ നമ്മൾ മാക്സിമം റിസ്ക് ഒക്കെ ഒഴിവാക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ടൂറിനൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടവും കാര്യങ്ങളും പറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. മുന്നിലേക്ക് നല്ല വണ്ടികൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ല റോഡ് ഓഫ് റോഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല റോഡുകളാണ് യാത്രകൾ കൂടുതലും വരുന്നത് കേട്ടോ. ചെറിയ തേയില തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നല്ല ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും വരുന്ന ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. തന്നെ അടുത്തൊരു സ്ഥലത്തെ ചെറിയ നദികളും കാര്യങ്ങളും നമ്മളിപ്പോൾ ഇവർ പറയാം. അവർക്ക് ഈ ജീപ്പുകാർക്ക് വണ്ടിക്കാർക്ക് സ്ഥിരം കുറച്ച് സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടുകളിലേക്ക് അവർ കൊണ്ടുപോകണം ചെയ്യുന്നത്. നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെ അത് നമ്മൾ സെപ്പറേറ്റ് വണ്ടി വിളിക്കണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ 2000 രൂപേൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് സ്ഥലം കേട്ടോ. ഇതാണ് ടണൽ. ഇതിപ്പോൾ നിങ്ങൾ ഈ ടണൽ ഇത് മറ്റേ ലോക സിനിമയിലൊക്കെ നമ്മളുണ്ട്. ഇതാ ടണലിൽ നിന്ന് നേരെ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ ഇടുക്കി അണക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് ടണലിൽ കൂടെ അപ്പുറം മലയിൽ നിന്ന് ടണലിലുള്ള വെള്ളം കൊണ്ടുവരുന്ന ഭാഗമാണ്. ഇതാണ് നമ്മുടെ ലോക സിനിമയിൽ നമ്മളൊരു കണ്ടൊരു ഭാഗത്താണ്. മറ്റേ നീലിനെ കടമറ്റ തച്ച് പിടിക്കാൻ വരുമ്പോൾ നീലി നിന്നിരുന്ന ഭാഗമല്ലേ ഇതാണ്. ഇതേ ഒരു ഭാഗം തന്നെ നമ്മുടെ അഞ്ചൂരുള്ളിയിലുള്ളത് കേട്ടോ. അവിടെ ചെന്നാൽ ഇതേപോലെ നമുക്കൊരു ടണലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. നല്ല രസവും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം. ഇനി ഇവിടെ നമ്മൾ വിട്ട് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടോ. അടുത്ത സ്ഥലത്ത് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു മലയുടെ കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളും. നമ്മളിപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും സമയം 11 മണി ആവാനായി. എന്നിട്ടും നമുക്ക് കണ്ടോ ഈ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോഴും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. നല്ല രീതിയിലുള്ള എല്ലാ ദിവസവും കട്ടി നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗമൺ എന്നിട്ട് അതല്ലാതെ നമ്മൾ സ്ഥിരം പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ ഗെയിമുണ്ട്, അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ ഇങ്ങനത്തെ കാണാൻ പോകുന്നതിനാണ് വേറെ രീതി കണ്ടുപിടിക്കണം കണ്ടോ. ഇതുണ്ടോ അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് റിസോർട്ട് ഭാഗത്ത് എത്തിയപ്പോഴേക്കും നല്ല മഞ്ഞിറങ്ങി തുടങ്ങി കേട്ടോ. ഉച്ച സമയമാണ് ചിന്തിക്കുന്നത്. ഉച്ച സമയമായപ്പോഴേക്കും കണ്ടോ നല്ല മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. തേയിലത്തോട്ടത്തിലൊക്കെ അതിലൊരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങളൊരു 3 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. കാരണം നമ്മൾ തിരിച്ചിവിടെ എത്തണം. കാരണം ഇവിടെ പിറ്റേ ദിവസം രാവിലെ എല്ലാവർക്കും ജോലിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഞങ്ങളൊരു 3 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ നിന്ന് കൊല്ലത്തേക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് പോന്നു. അപ്പോൾ അവിടെ നിന്ന് പോരുന്ന ഇടയ്ക്ക് പിള്ളേർക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അംഗമായ നമ്മുടെ വാഗമൺ ടൗണിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ്സും കാര്യങ്ങൾ, പിന്നെ ഈ തേയില പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളും അവിടെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവർക്കും സന്തോഷ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെ വാഗമൺ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ. ഒന്ന് വിസിറ്റ് ചെയ്യുക.